ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാണ്. എല്ലാവരും കൂടി ഒരു ദിവസം വന്നപ്പോൾ എവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ച്, വെറുതെ ഇരിക്കൽ നമുക്ക് പതിവില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ കറങ്ങാൻ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ സ്ഥലം നമ്മൾ തീരുമാനിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ മിക്ക യാത്ര ഇതുപോലെ വണ്ടിയിൽ ഇരുന്നിട്ടായിരിക്കും അവിടെ പോകാമെന്നൊക്കെ ചർച്ച ചെയ്തിട്ട് ലാസ്റ്റ് ഒരു സ്ഥലത്തേക്ക് പോവാട്ടോ. അതുപോലെ തന്നെയായിരുന്നത്. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. വഴിയിൽ എവിടെയെങ്കിലും പോകണമെന്ന് തോന്നി അവിടെ പോകും. അങ്ങനെ അതിപ്പോൾ ചിലപ്പോൾ ലോങ് ട്രിപ്പായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് വരും. അങ്ങനെയാണ് കേട്ടോ. ഇപ്പോൾ ഇത് എന്തായാലും നമ്മൾ കുറച്ചും കൂടി ലോങ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത്ര ലോങ് അല്ല, എന്നാലും കുറച്ച് വഴി. അപ്പോൾ ഇതേ കുതിരാനൊക്കെ കഴിഞ്ഞിട്ട് എന്തായാലും ഈ റൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടാ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാട്ടോ ഈ കുതിരാൻ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ഒരു വ്യൂ. ഭയങ്കര രസമുള്ള വ്യൂ ആണ്. അപ്പോൾ നമ്മൾ രാവിലെ അപ്രത്യക്ഷമായി വെറുതെ ഹൈവേ കൂടെ പോണ്ട് കുതിരാനൊക്കെ കടന്നു പോയപ്പോഴേക്കൊക്കെ പോവാം. വണ്ടിയിൽ ഇങ്ങനെ കയറി ഇരിക്കുന്നുണ്ട്. പിള്ളേരെല്ലാം ഓടാക്കിന്റെ ബാക്കിൽ ഞാൻ മുത്തും ഞങ്ങളെ ഹെൽത്തിക്ക് പോവാ. പാലക്കാട് ഇവര് വഴിയിൽ കെട്ടിയതാ. ഒരു സ്പ്രൈറ്റ് പിന്നെ ഒരു ബിസ്ക്കറ്റ് പിന്നെ 50-50 പെപ്സി അതികൂടെ ഇതൊക്കെ ഇടുഞ്ഞ് നമ്മൾ എവിടേക്ക് പോണെന്ന് ആരെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? ഇല്ല. എന്നിട്ടാണ് എന്റെ ബാഗിൽ സെർച്ച്. അപ്പം നമ്മൾ പോണ വഴിയിൽ കുറച്ച് ചിപ്സ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഒരു കട കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. കടകളൊന്നും എവിടേക്ക് പോണ്ടേ? നെല്ലിയാമ്പതി കൊടൈക്കനാലല്ലേ? എന്നെ പോനാ പ്ലേസ് പറയണം. നെല്ലിയാമ്പതി ഊട്ടി നടക്കില്ല. ഊട്ടിയാണോ? മൂന്നാറ്. എനിക്ക് ഹൈ റേഞ്ച് നെല്ലിയാമ്പതി ഊട്ടി വെയിറ്റ് ചെയ്യണം. എനിക്ക് ഊട്ടി കൊടൈക്കനാല് എന്തിട്ട് തിന്നണ മക്കളെ പറമ്പുള്ള കുളമല്ല, പറമ്പിക്കുളം കാടാണ്. 61 കിലോമീറ്റർ. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചത് പറമ്പിക്കുളം പോകാനായിട്ടാ. അപ്പോൾ അവിടെ വെച്ചാൽ കാടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര പേടി. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്കും മുത്തശ്ശിക്കൊക്കെ നല്ല പേടിയാണ്. പിള്ളേർക്കും കാട്ടിൽ കൂടെ പോകാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ മൃഗങ്ങൾ എന്തെങ്കിലും വന്നാൽ ഞാൻ അപ്പം തന്നെ അറ്റാക്കുമെന്ന് ചാവും. എനിക്ക് നല്ല പേടിയാണ്. മുത്തശ്ശി ചെയ്യും. ഇന്ത്യച്ചിക്ക് അനിച്ച് ഇത്രയും അഡ്വഞ്ചർ ട്രിപ്പൊക്കെ നല്ല ഇഷ്ടമുള്ള ആളാണ്. ഇന്ത്യച്ചിയുടെ ഇഷ്ടമാണ്. അവരനുവെച്ചാൽ കുറേ ട്രിപ്പ് പോകാറുള്ള ആളാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇതിൻ്റെയും നല്ല ധാരണയുണ്ട്. അത് കാരണം ഞങ്ങൾക്ക് ഇരിക്കപ്പുറത്തില്ലായിരുന്നു, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു സ്ഥലത്ത് നിർത്തിയതാട്ടോ. ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ഫുഡും നല്ല ഫുഡായിരുന്നു കേട്ടോ. മീനും ചിക്കനും പിന്നെ പച്ചക്കറി ഐറ്റംസും എല്ലാതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം നമ്മൾ പുറത്തുനിന്നൊന്നും കഴിച്ചില്ല. എനിക്കിങ്ങനെ പുറത്തുനിന്ന് കഴിക്കണേക്കാൾ ഇഷ്ടം വീട്ടിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വഴി സ്ഥലത്തൊക്കെ നിർത്തിയിട്ട് കഴിക്കണതാട്ടോ ഇഷ്ടം. ഞങ്ങൾ ആദ്യം അങ്ങനെ പോയിട്ടുണ്ട്, പിന്നെ അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാറില്ല. അപ്പോൾ നല്ല മീൻ കറിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ തുണ്ട് കയ്യേട്ടെ അവിടെ പോയി മാമണ്ണാൻ പോവാ. മിനിമം പോവാ പ്ലേറ്റില്. അപ്പോൾ നമ്മളിത് അത് കഴിഞ്ഞിട്ട് വീണ്ടും വണ്ടിയിൽ നമ്മുടെ യാത്ര കേട്ടോ. അപ്പോൾ നമ്മൾ ഈ യാത്ര 3/4 ഭാഗം വണ്ടിയിൽ തന്നെയായിരുന്നു. കാരണം നമുക്ക് സ്ഥലം ഇങ്ങനെ തീരുമാനിക്കാത്ത കാരണം അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ വണ്ടിയിലിരുന്ന് ഞങ്ങൾ മാക്സിമം അടിച്ച് പൊളിച്ചിരുന്നു കേട്ടോ. എല്ലാവരും ഒരേ വൈബുള്ള ആൾക്കാരാണ്. അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ച് കളിയാക്കി അങ്ങനെ നല്ല ട്രിപ്പായിരുന്നു. പക്ഷേ ഇരിക്കാനാണ് ബുദ്ധിമുട്ട്. കാരണം ഇനി ഞങ്ങൾക്ക് പോകുമ്പോൾ 2 വണ്ടിയിൽ പോകേണ്ടി വരും.
പിള്ളേരൊക്കെ വലുതായി, എണ്ണം കൂടി. അത് കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇരിക്കാനായിട്ട്. നല്ല അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. ഇനി എനിക്ക് തോന്നുന്നില്ല ഒരു ട്രിപ്പ് ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ ഒരുമിച്ചിരുന്ന് പോകാൻ പറ്റുമെന്ന്. കാരണം അത് ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടായിരുന്നു ഇരിക്കാനായിട്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആനേനെയും പുലിനെയൊന്നും കാണാനായിട്ട് ഇഷ്ടമില്ല, നല്ല പേടിയാണ്. അല്ല, എനിക്ക് കാടും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ മൃഗങ്ങളെയൊക്കെ കണ്ട് എനിക്ക് പേടിയാണ്. അതായത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകാൻ ഇഷ്ടമാണ്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും ട്രിപ്പുകൾ പോകാനായിട്ട് ഇഷ്ടമുള്ള രണ്ടാൾക്കാരായിട്ട് ഇന്ത്യച്ചിട്ട് ഇഷ്ടമായിട്ടും അതേപോലെ തന്നെ ട്രിപ്പ് കൂടുതൽ പോയിട്ടുള്ളത് അവർ തന്നെയാണ് കേട്ടോ. അവർ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്തേക്ക് പോകും. അപ്പം നമ്മളെവിടെ പോയാലും അവരതിന് മുന്നേ ഒരു 4-5 വട്ടം പോയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടേക്കും അതേപോലെ തന്നെ അവർ പോയിട്ടുണ്ട്. അവർക്ക് എല്ലാ സ്ഥലങ്ങളും അറിയാം. അപ്പം നമുക്ക് ആരോടും ചോദിക്കൊന്നും വേണ്ട, വഴിയായാലും എല്ലാതായാലും രണ്ടുപേർക്കും നല്ല ഓർമ്മയായിരിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഞങ്ങൾ അവരെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരതും ഇതും പറയുമ്പോൾ ഞങ്ങൾ പറയും, ഓ തോയിരക്കേടായാലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ അടിച്ചു പൊളിച്ച് എല്ലാരും ഭംഗിയാണ്. ചവിക്ക് ചവിട്ടാൻ പാടില്ല. ഇത് കാടാ, അതിന്റെ മര്യാദകൾ പാലിക്കണം, മനസ്സിലായിരുന്നു. ഇന്ന് കാല് വയ്ക്കാൻ പാടില്ല. നല്ല കടക്കട ശബ്ദം, കിളികളുടെ ശബ്ദം കേൾക്കാൻ എന്ത് രസമല്ലേ. ഡാം കാണാനില്ല ഇപ്പൊ. എനിക്കതേട്ടാ ഇങ്ങനത്തെ സ്ഥലങ്ങൾ എനിക്ക് ഇഷ്ടം കാണാൻ. എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ? ഇഷ്ടമായില്ലേ എല്ലാവർക്കും? ദേശം പണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് പോണത്. ഇവരൊരു 10 വട്ടം പോകുന്നുണ്ടാവൂല്ലേ. മുന്നത്തെ വ്ളോഗ് നിങ്ങൾക്ക് നമ്മുടെ വ്യൂവേഴ്സിന് മനസ്സിലാവും. നമ്മുടെ മുന്നിൽ ഒന്നും കണ്ടിട്ടില്ല നമ്മുടെ വ്ളോഗ്. 5-6 വ്യൂവേഴ്സ്. പിന്നെ നമ്മളവിടെ നിർത്തി ചായയിലൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പം ഞാൻ സ്കൂൾ പിള്ളേരെ കണ്ടപ്പോൾ എടുത്തതാട്ടാ. എനിക്ക് നല്ല ഇഷ്ടമായി ഇറ്റുങ്ങളെ കാണാനായിട്ട്. പിന്നെ ഈ ട്രിപ്പ് തുടങ്ങിയിട്ട് ആകെ കൂടി നമ്മൾ 2 സ്ഥലത്ത് നിർത്തിയിട്ടുള്ളൂ. ഒരു സ്ഥലം ഇതാണ് കേട്ടോ, ഈ ചായ കുടിക്കാനായിട്ട്. പിന്നെ ഒരു സ്ഥലം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ഒരു സ്ഥലം നിർത്തിയത് സർപ്രൈസാണ് കേട്ടോ. അവിടെ 3 സ്ഥലം നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടില്ല. ഇവിടെ നമ്മളൊരു മാക്സിമം ഒരു 10-15 മിനിറ്റ് ഒന്നും നിന്നിട്ടില്ല. 10 മിനിറ്റ് ചായ കുടിച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ വന്നു കേട്ടോ. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. സ്ഥലങ്ങളൊന്നും ഇങ്ങനെ വണ്ടിയിലിരുന്ന് കണ്ടതല്ലാണ്ട് അവിടെ ചെന്ന് ഇരുന്നൊന്നും ആസ്വദിച്ചില്ല. എന്തോ തിരക്ക് പിടിച്ചിട്ട് പോവായിരുന്നു. തിരക്ക് പിടിച്ചതിൻ്റെ ഒരു കാരണമുണ്ട്, അത് വഴി പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതും നമ്മൾ അവിടെ വെച്ചിട്ട് പ്ലാൻ ചെയ്തതാണ് രാവിലെ പോകുമ്പോൾ. അപ്പോൾ അത് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പം നമ്മളിവിടെ വെച്ചിട്ടാണ് നമ്മൾ കുറച്ചധികം ഫോട്ടോസ് എടുത്തത്. പിന്നെ നമ്മൾ അങ്ങനെ ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ചായയൊക്കെ ആയിരുന്നു. ചായ മാത്രം കുടിച്ചുള്ളൂ. ചായ കുടിച്ചിട്ട് വേഗം തന്നെ നമുക്ക് പോകണമായിരുന്നു കേട്ടോ.
ഓമ്മ പോയി മാർക്കോടാ. അപ്പോൾ നമ്മൾ വേഗം പോയത് നമുക്ക് 6 മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റ് കിടക്കണമായിരുന്നു കേട്ടോ. അതിനാണ്, അല്ലെങ്കിൽ പിന്നെ കാട് വഴിയൊക്കെ പോകുമ്പോൾ നമുക്ക് അങ്ങനെ കടത്തി വിടില്ല. അപ്പോൾ നമുക്ക് 6 മണിക്ക് മുമ്പ് പോകണം. അപ്പോൾ നമ്മുടെ ഈ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമുക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാവണ ഒരു കാര്യമാണ് ഇതാണ് കേട്ടോ ഹാപ്പിനെസ്. അത് നമ്മുടെ ചേച്ചിയാണ്, ഞങ്ങളുടെ മാമൻ്റെ മോളാണ്, ഞങ്ങളുടെ കുഞ്ഞുമാമൻ്റെ മോളാണ്. രേഷ്മ എന്നാണ് പേര്. ഞങ്ങൾ വിളിക്കുന്നത് പറയണില്ല, ചേച്ചി ചിലപ്പോൾ പേര് ഞങ്ങൾ ഒരു നിക് നെയിമാണ് വിളിക്കുക. അപ്പം ചേച്ചി നമ്മുടെ മലക്കപ്പാറയിലേക്കാണ് നമ്മൾ പോയത് കേട്ടോ. മലക്കപ്പാറ ഫോറസ്റ്റ് ഓഫീസറാണ്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ് ചേച്ചി. അപ്പോൾ ഇപ്പോൾ ചേച്ചി കയറിയിട്ട് ഒരു കൊല്ലാവണമെന്ന് തോന്നുന്നു. അപ്പോൾ ആ ചേച്ചീനെയും കൂടി കണ്ടിട്ടാണ് നമ്മൾ പോണത് കേട്ടോ. നമ്മളെപ്പോഴും പറയാറുണ്ട് ചേച്ചി നമ്മളോട് പറയാറുണ്ട് ഇങ്ങോട്ട് വരണമെന്ന്. അപ്പോൾ നമ്മൾ പറയും നമ്മൾ എപ്പോഴെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ ചേച്ചിയുടെ അടുത്തേക്ക് വരുന്നു. അപ്പോൾ ഇത് പ്രതീക്ഷിക്കാതെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി ഇതവരുടെ അവിടുത്തെ ഫോറസ്റ്റ് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് പോയി ചേച്ചിയുടെ ക്വാർട്ടേഴ്സൊക്കെ കണ്ടു, ചേച്ചിയുടെ ഫ്രണ്ട്സിനെയും അവരെയൊക്കെ കണ്ടു. എന്താ പറയുക, നമുക്കൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കും പിള്ളേർക്കും ഇങ്ങനെ ഒരു ഇത് കണ്ടതിൽ ഭയങ്കര സന്തോഷം. നമ്മുടെ രേഷ്മ MS ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് എഴുതിയിട്ടുണ്ട്. അതിൽ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡ് തോന്നി. ഞങ്ങൾ വിചാരിച്ചത് ചേച്ചി യൂണിഫോമിലായിരിക്കും ഇങ്ങനെ നിൽക്കാന്ന്. ഞങ്ങൾ പറഞ്ഞിട്ടായിരുന്നില്ല ഞങ്ങൾ എന്തായാലും യൂണിഫോമിലാവും നിൽക്കാന്ന് വെച്ചു. പക്ഷെ അങ്ങനെ കാണാൻ പറ്റാത്ത കാരണം ഒരു വിഷമം ഉണ്ടായിരുന്നു. ചേച്ചീനെ യൂണിഫോമിൽ കാണണം എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചേച്ചീനെ കണ്ടപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. ഞങ്ങളിതൊരു കമറിൽ വിചാരിച്ചു. ഞാനിവിളു ടോപ്പില്ലേ ഇപ്പം 11,000 അതാ അത് രണ്ടാമത്തെ അവളാണ് എൻ്റെ ഒപ്പം. പിന്നെ നമുക്ക് അധികം അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ അവിടുത്തെ ജയിലും എല്ലാതും കണ്ടു. നമ്മൾ എല്ലാതൊന്നും എടുത്തിട്ടില്ല, അങ്ങനെ പറ്റില്ലാത്ത കാരണം നമ്മൾ അങ്ങനെ അധികമൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അത് ചേച്ചി കാരണം കൊണ്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റിയ കാരണം ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചേച്ചീനെയൊക്കെ കണ്ട്, പിന്നെ ചേച്ചീനെ കണ്ടിട്ട് കുറേ നാളായിരുന്നു, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. നമ്മൾ കുറേ ചെറുപ്പത്തിൽ ഇങ്ങനെ ഭയങ്കര രസമുള്ള കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചി നല്ലവണ്ണം പഠിക്കുമായിരുന്നു. ഇങ്ങനെ ഒരു പൊസിഷനിൽ എത്തുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിന് മുന്നേ എത്തേണ്ട ഒരാളായിരുന്നു. കാരണം ആൾക്ക് നല്ല അത്രയും കഴിവുള്ളൊരു ആളാണ് കേട്ടോ. നല്ല എന്താ പറയുക, നന്നായി പഠിക്കും, അങ്ങനെയുള്ളൊരു ചേച്ചിയായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമായി ചേച്ചീനെ കണ്ടപ്പോഴൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ചായ കുടിക്കാനായിട്ട് അവിടെ തൊട്ടടുത്തൊരു ചായക്കടയുണ്ട്. അപ്പോൾ ഒരു ചായ കുടിക്കാനായിട്ട് ചേച്ചി പറഞ്ഞു നമുക്ക് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടേക്ക് ചായ കുടിക്കാനായിട്ട് പോയതാട്ടോ. അവിടെയും കുറേ ആൾക്കാർ ചേച്ചിയിലും പരിചയക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊക്കെ പരിചയപ്പെടുത്തി തന്നു. പിന്നെ ഓഫീസർമാരെ കണ്ടു, അവരൊക്കെ നമുക്ക് പരിചയപ്പെടുത്തിയൊക്കെ തന്നുണ്ട് ചേച്ചി. ഇന്നലെ കപ്പയത്ത് പോയി അപ്പം നമ്മൾ ചേച്ചിയുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞു, ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിൽ പോവാണ് കേട്ടോ. പോണ വഴി ചേച്ചി പറഞ്ഞിരുന്നു ആനയൊക്കെ ഇറങ്ങും, അവിടെ ഓഫീസർമാരും പറഞ്ഞിരുന്നു ആനയൊക്കെ ഇറങ്ങും, അപ്പോൾ നിങ്ങൾ എവിടെയും നിർത്താണ്ട് പോകണമെന്ന് പറഞ്ഞിരുന്നു. അതോടുകൂടി ഞങ്ങൾക്ക് പേടി എന്ന് പറഞ്ഞാൽ മധുര പേടി. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചേച്ചി ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ പോണതാ, ഫോറസ്റ്റ് ഓഫീസറല്ല, അവർക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകണം. അപ്പം നമ്മൾ വിചാരിക്കുകയാണ് നമുക്കിങ്ങനെ വണ്ടിയിലിരുന്ന് പോകാൻ ഇത്രയും പേടി. ചേച്ചിയുടെ ഓരോ കഥകളൊക്കെ കേൾക്കുമ്പോൾ അയ്യോ അവരൊക്കെ എങ്ങനെയാണ്, അവരെ ആ ക്വാർട്ടേഴ്സിൻ്റെ അത് കൂടെയൊക്കെ പുലിയൊക്കെ വരുന്നുണ്ടെന്ന് പറയാറുണ്ട്. അത് കേട്ടപ്പോൾ ഭയങ്കര പേടി. അവരൊക്കെ ശരിക്കും സമ്മതിക്കാനായിട്ട്, അവരൊക്കെ എത്രയും
അവർക്കും കുടുംബം, അവർക്കും ഫാമിലിയും അതൊക്കെ ഉള്ള ആൾക്കാരല്ലേ. ഇങ്ങനെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമ്പോഴോ നമുക്ക് ഒരാൾ അവിടെ ഉള്ള കാരണം നമുക്ക് അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയ വേറെ കുറേ വീഡിയോസ് ഉണ്ടായിരുന്നു. നമ്മൾ ഫുള്ള് ഇട്ടില്ല. നമ്മൾ പകുതി മുക്കാൽ സമയം പേടിച്ച് വിറച്ചിരിക്കുകയായിരുന്നു. എനിക്ക് നല്ല പേടിയായിരുന്നു. ആനയും പൂലും ഇങ്ങനെ ഇറങ്ങി ഞാൻ ചത്തു അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യച്ചിക്കും എല്ലാവർക്കും കുറച്ച് പേർക്കൊക്കെ അന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യണതൊക്കെ നല്ലതാണ്. പക്ഷേ പിള്ളേരൊക്കെ ഉള്ള കാരണം എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കാമെന്ന് അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചത് കാണലേന്ന്. കുറച്ച് പേരൊക്കെ കാണണമെന്ന് പ്രാർത്ഥിച്ചവരുണ്ടായിരുന്നു. കാണാൻ പറ്റാത്ത നിരാശയുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഇറങ്ങി വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിക്കട്ടെ. ഇനി ഫുഡ് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. ഫുഡ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത് ഏതായിരുന്നു ഹോട്ടൽ, അവിടെ നിന്ന് കുറച്ചങ്ങോട്ട് പോന്നാൽ മതിയായിരുന്നു. സൂപ്പർ ഫുഡായിരുന്നു. എല്ലാം കൊള്ളായിരുന്നു. എല്ലാതും സൂപ്പറായിരുന്നു. ഒരെണ്ണം പോലും അയ്യോ രസമില്ലാന്ന് തോന്നിയിട്ടില്ല. കാരണം എല്ലാ ഫുഡും സൂപ്പറായിരുന്നു. മുത്തശ്ശി വെജായിരുന്നു. അവൾക്ക് നഷ്ടമായിരുന്നു. കാരണം അവരമ്പലത്തിൽ തോറ്റായ കാരണം അവളും ചേട്ടനും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള ഞങ്ങളെല്ലാവരും കഴിച്ചു. അപ്പോൾ നല്ല ഫുഡൊക്കെ ആയിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകാനായിട്ടാ. ഫുഡ് ഞാനിവിടെ കാണിച്ചു തരാം. ഇതൊക്കെയായിരുന്നു നമ്മൾ ഫുഡ്. നമ്മൾ എന്താ പറയുക, എല്ലാവരും ഓരോന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ ദോശ ഞാൻ മേടിക്കാൻ പറഞ്ഞത് അവൾ കുറച്ച് കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഷെയർ ചെയ്തു. പിന്നെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറിയാണ് പനീർ. അതോ 3 വട്ടം അങ്ങോട്ട് തോന്നുന്നുണ്ട് പറഞ്ഞതെന്ന് തോന്നുന്നുണ്ട്. എല്ലാതും നല്ല രസമുള്ള കറികളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡേ ഇത്രയ്ക്കായിട്ടുള്ളൂ. ഡേയിലെ ട്രിപ്പ് യാത്ര, വണ്ടി കയറിയിരുന്നുള്ള യാത്ര അവസാനിച്ചിരിക്കുന്നു. അതിരപ്പുള്ളിയിലെത്തി നിൽക്കുന്നത്, എവിടെ ഇറങ്ങാത്ത യാത്ര അവസാനിച്ചു. ഞങ്ങൾ പോട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ അവിടെ വിളി വണ്ടി സ്റ്റാർട്ടാക്കി വീട്ടിൽ പോണം. ഓക്കെ ബായ്. ആനനെ കണ്ടില്ല കേട്ടോ ഞങ്ങള്. പേടിച്ചിട്ടിരിക്കണ്ടായിരുന്നു.